ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അതല്ലെങ്കിൽ IoT എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ, ഓക്കെ, നമുക്ക് 4 ലെയർ വരുന്നുണ്ട് ഇതിൽ. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകളെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്? ഓക്കെ, അത് എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇതൊരു ഇന്റർ കണക്ട്നെസ് ആണെന്ന് പറയാം. ഒരു ഫിസിക്കൽ ഡിവൈസ്, ഒരുപാട് ഫിസിക്കൽ ഡിവൈസസുകൾ തമ്മിലുണ്ടാകുന്ന ഒരു ഇന്റർ കണക്ട്നെസ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇന്റർനെറ്റുമായിട്ടാണ്. ഓക്കെ, അതായത് ചില അപ്ലയൻസസ് ഉണ്ടാകും, അതേപോലെ തന്നെ വെഹിക്കിൾസുകൾ, ഇതെല്ലാം ചില സോഫ്റ്റ്വെയറുകളുമായി എംബഡഡ് ചെയ്തിരിക്കുകയാണ്. സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ സെൻസേഴ്സുകൾ, കണക്ടിവിറ്റി, ഇതെല്ലാമായിട്ട് എംബഡഡ് ചെയ്ത് ഈ ഒബ്ജക്റ്റുകളെ എന്ത് ചെയ്തിരിക്കുകയാണ്? കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന്, എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു നെറ്റ്വർക്കിംഗ് ഓഫ് ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അതിൽ ഇലക്ട്രോണിക് എംബഡഡുകൾ ഉണ്ടാകും. അതിന്റെ ആർക്കിടെക്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രീതിയിലുള്ള ആർക്കിടെക്ചർ അവൈലബിൾ ആണ് നമുക്ക് അതിൽ, അല്ലെ? അതിൽ സെൻസ് ചെയ്യുന്നുണ്ട്, സെൻസേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ററാക്ഷൻസ് നമുക്ക് അതിലൂടെ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസുകളുമായി നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുകയാണ് ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്നത് എന്തിനൊക്കെ ഹെൽപ്പ് ആകുന്ന പറഞ്ഞാൽ മെഡിസിൻസിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്നുണ്ട്. പവർ, ജീൻ തെറാപ്പീസ്, അഗ്രികൾച്ചർ, സ്മാർട്ട് സിറ്റീസ്, സ്മാർട്ട് ഹോംസ്, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ് ഈ ഒരു IoTയുടെ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വെറും കുറച്ച് തുച്ഛമായ ചെറിയ ചെറിയ എക്സാമ്പിളുകൾ മാത്രമാണ്. ഒരുപാട് കണക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതാണ് നമുക്കൊരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ തന്നെ നമുക്ക് വെഹിക്കിളുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, പല പല സ്മാർട്ട് ഡിവൈസസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഒരുപാട് സ്മാർട്ട് ഡിവൈസുകൾ പരസ്പരം കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഒരു ഇന്റർനെറ്റ് ഓഫ് കണക്ഷൻ ആണ്, ഇന്റർനെറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ്, അല്ലെ? പല രീതിയിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ലൗഡിലേക്ക് നമ്മൾ പല രീതിയിൽ മെസ്സേജുകളായിട്ടോ വോയിസുകളായിട്ടോ അങ്ങനെ പല രീതിയിലായിട്ടായിരിക്കും നമുക്ക് ഇവിടെ കണക്ഷൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിന്റെ ഒരു ആർക്കിടെക്ചർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 4 ലെയേഴ്സുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? സെൻസിങ് ലെയർ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസിംഗ് ലെയർ ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഈ 4 ലെയറുകളാണ് ഈ പറയുന്ന ആർക്കിടെക്ചർ ഓഫ് IoT എന്ന് പറയുന്നത്. അതായത് ആർക്കിടെക്ചർ, ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ആർക്കിടെക്ചറിൽ വരുന്ന 4 ലെയേഴ്സുകളാണ് സെൻസിങ് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ പ്രോസസിംഗ് ലെയർ ആൻഡ് ഫൈനൽ ദി ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഓക്കെ, സെൻസിംഗ് ലെയർ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ ഗ്യാതറിംഗ് ലെയർ എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ നെറ്റ്വർക്ക് ലെയർ നമുക്ക് ഡേറ്റ ട്രാൻസ്മിഷൻ ലെയർ എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഡേറ്റ പ്രോസസിംഗ് ലെയർ എന്ന് പറയുന്നത് പ്രോസസ് ഇൻഫർമേഷൻ ആണ്. Then application layer is the smart application. Okay, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന 4 ലെയേഴ്സ്. ഇനി ഓരോ ലെയറിന്റെയും ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? സെൻസിങ് ലെയർ ആണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? ഇതൊരു ഫസ്റ്റ് ലെയർ ആണ്. അതായത് എന്തിനാണ്? ഡേറ്റാസുകളെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെൻസിങ് ലെയറിനെ കൺസിഡർ ചെയ്യുന്നത്. പല സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് വരുന്നത്, ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്നല്ല, ഒരുപാട് സോഴ്സുകളിൽ നിന്നും വരുന്ന ഡേറ്റാസിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എലമെന്റ് ആണ് സെൻസിംഗ് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലെയറിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും? സെൻസേഴ്സുകൾ ഉണ്ടാകും, ആക്ച്വേറ്റേഴ്സ് ഉണ്ടാകും, അല്ലെ? ഇതൊക്കെ എങ്ങനെയാണ്? പല പ്ലേസുകളിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, പല എൻവയോൺമെന്റിന്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പല ഇൻഫർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ, ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റ്, സൗണ്ട്, വേറെ കുറേ ഫിസിക്കൽ പാരാമീറ്റേഴ്സുകൾ ഉണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പല ഭാഗങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന സെൻസിംഗ് ലെയറിന്റെ കോമ്പോണന്റുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വയേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷനും ആകാം. നമുക്ക് വയേർഡ് കണക്ഷൻസിൽ നമുക്ക് സെൻസിംഗ് എലമെന്റുകൾ പറ്റാം, അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ പറയുന്ന ഡിവൈസസുകൾ നമ്മൾ എങ്ങനെയാണ്
നെറ്റ്വർക്ക് ലെയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലെ. ഈ പറയുന്ന പ്രോട്ടോകോൾസുകൾ അല്ലെങ്കിൽ വയർലെസ് പ്രോട്ടോകോൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വയേർഡ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് ഈ പറയുന്ന സെൻസിങ് എലമെന്റിൽ നിന്നും വരുന്ന ഡേറ്റ നമ്മൾ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ലെയർ ആയ നെറ്റ്വർക്ക് ലെയറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ്വർക്ക് ലെയർ ആണ്. അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് ലെയർ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും അതേപോലെ തന്നെ ആ IoT സിസ്റ്റത്തിലുള്ള ഡിവൈസുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയുമാണ് നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IoT ഡിവൈസ് അല്ലെങ്കിൽ IoTയിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ആൻഡ് ദി പ്രൊവൈഡ് എ കമ്മ്യൂണിക്കേഷൻ ഓൾസോ. ഓക്കെ, ഇതാണ് നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് പ്രോട്ടോകോൾസുകൾ ഉണ്ടാകും, പല പല ടെക്നോളജീസ് നമുക്ക് ഉണ്ടാകും അല്ലെ. എന്നാൽ മാത്രമാണ് നമുക്ക് അതിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുള്ള കുറച്ച് എക്സാമ്പിളുകളാണ്. നമുക്കറിയാം വൈഫൈ ഇതെന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, സിഗ്ബി, അതുപോലെ സെല്ലുലാർ നെറ്റ്വർക്ക്, അതെ ലൈക്ക് 4G 5G ടെക്നോളജി, ഇതൊക്കെ നമുക്ക് എന്താണ്? കണക്ഷൻ ആണ് അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. പല പല ഡിവൈസുകൾ തമ്മിലുള്ള ഒരു കണക്ഷനും ആൻഡ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ നെറ്റ്വർക്ക് ലെയറിൽ നമുക്ക് ഒരുപാട് ഗേറ്റ് വേസുകൾ വരുന്നുണ്ട്, റൂട്ടേഴ്സുകൾ വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ഇന്റർമീഡിയറി ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നതാണ് ഈ ഗേറ്റ് വേസും റൂട്ടേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വൈഡർ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വൈഡർ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് ലെയറിൽ വരുന്നുണ്ട്. ലൈക്ക് എൻക്രിപ്ഷൻ വരുന്നുണ്ട്, ഓതന്റിക്കേഷൻ വരുന്നുണ്ട്. ഓതന്റിക്കേഷൻ ആ ഒരു പ്രൊജക്റ്റിലേക്ക് അനുസരിച്ച് വരുന്ന ഓതന്റിക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ നമുക്ക് ആരാ ചെയ്തു തരുന്നത്? ഈ ഒരു സെക്കൻഡ് ലെയർ ആയ നെറ്റ്വർക്ക് ലെയർ ആണ്. ഓക്കെ, അടുത്ത തേർഡ് ലെയർ എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസിംഗ് ലെയർ ആണ്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് എ പ്രോസസിംഗ് ലെയർ അല്ലെ. ഇത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കോമ്പണൻസുകൾ എല്ലാം തന്നെ ഈ പറയുന്ന ലെയറിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കോമ്പണന്റുകൾ നമുക്ക് വരുന്നത്? നമുക്ക് നെറ്റ്വർക്ക് ലെയറിൽ നിന്നും കിട്ടിയിരിക്കുന്ന കോമ്പണന്റുകൾ അല്ലെങ്കിൽ ഡേറ്റാസിനെ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റിംഗ് ചെയ്യുകയാണ് അല്ലെ. IoT ഡിവൈസുകളിൽ നിന്ന് വരുന്നതിനെ കളക്ട് ചെയ്ത് അതിനെ പ്രോസസിംഗ് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റിംഗ് ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ട് എടുക്കാനാണ് നമുക്ക് ഒരു ഫൈനൽ റിസൾട്ടിന്റെ ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു ഡേറ്റ പ്രോസസിംഗ് ലെയർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ലെയർ എന്തിനു റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തൊട്ട് ഡിവൈസുകളിൽ നിന്നും കിട്ടുന്ന ഒരു റോ ഡേറ്റാസ് ഉണ്ടാവില്ലേ, അതായത് നമുക്കൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഫ്രഷ് ഡേറ്റ അല്ലെങ്കിൽ ഒരു റോ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിനെ നമുക്ക് ഫർദർ അനാലിസിസിനോ അല്ലെങ്കിൽ ഫർദർ ആക്ഷനോ വേണ്ടി രൂപീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡേറ്റ പ്രോസസിംഗ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരുപാട് ടെക്നോളജീസുകൾ ഉണ്ട് ഈ ഒരു ലെയറിൽ. അതുപോലെ ഒരുപാട് ടൂൾസുകൾ ലൈക്ക് ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം വരുന്നുണ്ട്, അനലിറ്റിക് പ്ലാറ്റ്ഫോംസുകൾ വരുന്നുണ്ട്, മെഷീൻ ലേണിംഗ് അൽഗോരിതം. ഈ പറയുന്ന എല്ലാ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കോമ്പണന്റുകൾ എല്ലാം തന്നെ ഈ പറയുന്ന നമ്മുടെ ഡേറ്റ പ്രോസസിംഗ് ലെയറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ടൂൾസുകൾ നമുക്ക് എന്തിനാണ്? ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും അതിനുശേഷം ആ ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷൻ മേക്ക് ചെയ്യാനുമാണ് ഈ ഒരു ഡേറ്റ പ്രോസസിംഗ് ലെയറിന്റെ അടുത്തൊരു ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു IoTയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സിങ്ങുകളും ഒരു ഡേറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെല്ലാം മാറ്റണം, ഫോർമാറ്റ് ചെയ്യണം, എല്ലാ പ്രോസസ്സുകളും ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഡേറ്റ പ്രോസസിംഗ് ലെയർ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെയർ ആണ്. ദിസ് ഈസ് ദ തേർഡ് ലെയർ ഇൻ ദ ആർക്കിടെക്ചർ ഓഫ് IoT എന്ന് പറയുന്നത്. അടുത്ത ഫൈനൽ എന്താണ്? ആപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പൊ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. അത് ആ ഒരു എൻഡ് യൂസറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് കണക്ഷൻ വരുന്ന ഒരു ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ കുറെ ഫംഗ്ഷനാലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യാനും, അതായത് യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ സാധിക്കണം അല്ലെ. ആക്സസ് ചെയ്യാനും IoT ഡിവൈസസുകളെ കൺട്രോൾ ചെയ്യാനും എല്ലാം സാധിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിലൂടെയാണ്. ഇതിൽ ഒരുപാട് സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ലൈക്ക് മൊബൈൽ ആപ്സുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഫോണിൽ നമ്മളൊരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്ന മൊബൈൽ ആപ്പ് എന്ന് പറയുന്നതാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ വെബ് പോർട്ടൽസുകൾ വരുന്നുണ്ട്,
അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് യൂസറിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെയർ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആപ്ലിക്കേഷൻ ലെയർ ആണ്. അതേപോലെ തന്നെ ഇതിലൊരു മിഡിൽ വെയർ സർവീസസുകൾ ഉണ്ട്. IoT ഡിവൈസസുകൾക്കും സിസ്റ്റത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡേറ്റ ഷെയർ ചെയ്യുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മിഡിൽ വെയർ സർവീസസും ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ അനലിറ്റിക്സും പ്രോസസിംഗ് ക്യാപ്പബിലിറ്റി അങ്ങനെയുള്ള ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സിംഗും നമുക്ക് നടക്കുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. ഇതിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് വരാം, അതുപോലെ തന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂളുകൾ വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അനലിറ്റിക് ക്യാപ്പബിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ലെയർ, അതായത് നമ്മുടെ ഫൈനൽ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ ലെയറിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു IoT എന്ന് പറയുന്നതിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മളൊരു ആർക്കിടെക്ചറിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ കഴിഞ്ഞു അല്ലെ. ഇനി നമ്മളിത് നോക്കുന്നത് ഈ ഒരു IoT അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലർ ആയി വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അതിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കത് അത്രയും വൈഡ് സ്പ്രെഡ് ആയി നിൽക്കുന്നത് അല്ലെ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണക്ടിവിറ്റി ആണ് അല്ലെ. അപ്പൊ ഒരു IoT ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് തന്നെ കണക്ടിവിറ്റി ആണ്. അപ്പൊ ഈ ഒരു തിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന IoTയിലുള്ള എല്ലാ കോമ്പണൻസുകളും തിങ്സും എന്താണ്, ആ IoT ഇൻഫ്രാസ്ട്രക്ചറുമായി കണക്ട് ചെയ്യണം. അപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി ആയിരിക്കണം IoT പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് ഇന്റലിജൻസ് ആൻഡ് ഐഡന്റിറ്റി ആണ്. അപ്പോൾ ആ ഒരു ജനറേറ്റഡ് ഡേറ്റയുടെ ഒരു നോളജ്, അതായത് ഒരു എക്സ്ട്രാക്ഷൻ ഓഫ് നോളജ്, ആ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ ആ ഒരു നോളജ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോ IoT ഡിവൈസിനും അതിൻ്റെതായ യുണീക്ക് ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്യുപ്മെന്റുകളെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ക്വറീസ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഇന്റലിജൻസ് ആൻഡ് ഐഡന്റിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ IoTയിൽ കണക്റ്റഡ് ആകുന്ന ഡിവൈസസുകളുടെ എണ്ണം ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ നമുക്ക് എന്താണ്, ഒരു ലിമിറ്റഡ് സ്പേസ് പോരാ, നമുക്ക് അത്രയും ഡിവൈസസുകൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, യൂസേജ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്രയും തന്നെ നമുക്ക് സ്കെയിലബിൾ ആയിരിക്കണം. നമുക്ക് എത്ര ഡിവൈസസുകൾ വന്നാലും അതിനെ എല്ലാം ഒരുപോലെ തന്നെ എങ്ങനെയാണോ ഓരോ ഡിവൈസസുകളും കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത് സെയിം ആ ഒരു മാനറിൽ തന്നെ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് IoTയുടെ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഡൈനാമിക് ആൻഡ് സെൽഫ് അഡാപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കോംപ്ലക്സിറ്റി പറയുകയാണ്. ഇപ്പൊ IoT ഡിവൈസ് എന്ന് പറയുന്നത് ഡൈനാമിക്കലി അഡാപ്റ്റ് ആകും. അതായത് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് ചേഞ്ച് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനാരിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് എന്താണ്, അതന്നെയായിട്ട് അഡാപ്റ്റ് ആവാൻ, ആ ചേഞ്ചസിലേക്ക് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു ക്യാമറ എന്ന് പറയുന്നത് അതിന്റെ ഒരു സർവൈലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അതിപ്പോ നമുക്ക് പല കണ്ടീഷൻസ് ആണെങ്കിലും അതിപ്പോ ലൈഫ് സിറ്റുവേഷൻസോ എന്താണെങ്കിലും അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യണം. മോർണിംഗ് വരുന്നുണ്ട് നമുക്ക് ക്യാപ്ചറിങ്, ആഫ്റ്റർനൂൺ വരുന്നുണ്ട്, അതേപോലെ നൈറ്റ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ആ ഒരു അഡാപ്റ്റിംഗ് സെൽഫ് അഡാപ്റ്റിംഗ് ആണ് സിറ്റുവേഷനുമായിട്ട്. ഇങ്ങനെ ആയിരിക്കണം IoTയിൽ വരുന്ന ആ ഒരു കണക്ഷൻസ് എന്നും പറയുന്നത്. അടുത്തതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ കാരണം എന്താണ്, നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ നമ്മൾ ഈ ഒരു IoTയുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ അത്രത്തോളം സെക്യൂർ ആയിരിക്കണം ഈ പറയുന്ന IoTയിലുള്ളത് പറയുന്നത്. അപ്പൊ ഒരുപാട് യൂസേഴ്സുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവയുടെ ഇന്റർനെറ്റ് ഓഫ് കണക്ട് നമുക്കൊരു കോംപ്രമൈസ് കൊടുക്കാനേ പറ്റില്ല. കാരണം അവരുടെ ഡേറ്റാസുകൾ ലോസ് ആകാനോ മിസ്യൂസ് ആകാനോ ചാൻസസ് ഉണ്ട്. അപ്പൊ ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട്ലെസ് എക്യുപ്മെന്റുകളാണ് അല്ലെ. അപ്പൊ അത്രയും സെക്യൂരിറ്റി നമുക്കതിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. പക്ഷെ നമുക്ക് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ കൂടിയാണ്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നതാണ് സെൽഫ് കോൺഫിഗറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കണം. എന്തെങ്കിലും റിക്വയർമെന്റ്സുകൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ മിനിമം ഓഫ് യൂസർ പാർട്ടിസിപ്പേഷൻ അങ്ങനെ വരികയാണെങ്കിൽ അത് സ്വയം അപ്ഗ്രേഡ് ആകാനുള്ള ഒരു ക്യാപ്പബിൾ ആയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുതിയ ഡിവൈസസുകൾ ആഡ് ചെയ്യാനായിട്ടോ, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് പുതിയൊരു ഡിവൈസ് ആഡ് ചെയ്യാനായിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് സാധിക്കണം. എന്നാലാണ് നമുക്ക് അതിനെ സെൽഫ് കോൺഫിഗറിംഗ് എന്നുള്ള ഒരു പേരിൽ പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ്
ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നതാണ് ഇന്ററോപ്പറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളും ടെക്നോളജീസ് ആണ് IoT യൂസ് ചെയ്യുന്നത്. അതിയുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറെ പ്രോട്ടോകോൾസും ടെക്നോളജികളുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു IoTയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്ററോപ്പറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് IoT ഡിവൈസും അതുപോലെ തന്നെ സിസ്റ്റത്തിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. എല്ലാം ഒരേപോലെയുള്ള ഡിവൈസസുകളല്ല, പല പല ഡിവൈസസുകളാണ്. അവയ്ക്ക് എന്താണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാനും അല്ലെ, ഏത് ടെക്നോളജി ആണോ അല്ലെങ്കിൽ ഏത് മാനുഫാക്ചർ ആണോ എന്നുള്ളത് നോക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതാണ് ഇന്ററോപ്പറബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അടുത്തതാണ് ഓട്ടോണമസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓട്ടോണമസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? IoT ഡിവൈസസിനും സിസ്റ്റത്തിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനും ഒരു മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നതിനും ഉള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഓട്ടോണമസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ക്രൂഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കാരണം ഇതൊരു വൈഡ് റേഞ്ച് ഓഫ് ന്യൂ ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഹ്യൂമന്റെ ആ ഒരു ഇത് വേണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം അല്ലെ. അപ്പൊ ഓട്ടോണമസ് ആയിട്ട് അത് സ്വയം തന്നെ അപ്ഗ്രേഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നതിനും ഓപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ഈ പറയുന്ന ഒരു കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് എംബഡഡ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് അല്ലെ. അപ്പൊ ഈ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും നമുക്ക് ആർക്കിടെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയർ ആയ സെൻസിങ് എലമെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് അല്ലെ. അപ്പൊ ഈ സെൻസേഴ്സും അല്ലെങ്കിൽ സെൻസിങ് എലമെന്റുകൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഡേറ്റാസുകൾ ഗ്യാദർ ചെയ്യാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഡിവൈസസുകൾ അല്ലെങ്കിൽ ഈ ഒരു സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ ഒരു ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ IoTയുമായിട്ട് എംബഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വന്നാൽ അതിനെ സെൻസ് ചെയ്തെടുക്കാനാണ്. ഇപ്പൊ ടെമ്പറേച്ചറിലോ ലൈറ്റ്, സൗണ്ട്, ഹ്യൂമിഡിറ്റി, മൂവ്മെന്റ്സുകൾ ഇതെല്ലാം എന്താണ് സെൻസ് ചെയ്തെടുത്ത് അതിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണിച്ചു കൊടുക്കാനായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സെൻസേഴ്സുകളൊക്കെ ഡിവൈസസുകളുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? എംബഡഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിന്റെ ഡേറ്റ ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ടേണിംഗ് ഓൺ ലൈറ്റ്സ്, ഡോർ ഓപ്പണിംഗ് ക്ലോസും ചെയ്യുന്നത്, ആ ഒരു മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ IoT സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ആക്ച്വേറ്റേഴ്സുമായിട്ട് എംബഡഡ് ചെയ്തിരിക്കണം ആ ഡിവൈസുമായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പല ആക്ഷൻസും ഡേറ്റ സെൻസേഴ്സ് കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയുമായിട്ട് ആക്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആക്ച്വേറ്റേഴ്സ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി നിൽക്കുമ്പോൾ എന്താണ്? ഒരു എൻവയോൺമെന്റിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുകയും ആ ഡേറ്റയെ പ്രോസസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യുകയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ്? ഇതൊരു ഓട്ടോമേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ഹോം ഓട്ടോമേഷൻ, എനർജി മാനേജ്മെന്റ്, പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള എംബഡഡ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തൊരു ഇതാണ് ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്നത്. ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡിവൈസസുകൾ, IoT ഡിവൈസസുകളും അല്ലെങ്കിൽ സിസ്റ്റംസ് ഒക്കെ ഒരുപാട് ഡേറ്റാസുകൾ കണക്ട് എടുക്കുന്നുണ്ട് അല്ലെ. സെൻസേഴ്സും വേറെ സോഴ്സുകളുണ്ട്. പല സോഴ്സുകളിൽ നിന്നും ഒരുപാട് ഡേറ്റാസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കളക്റ്റഡ് ഡേറ്റാസുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പല പല സോഴ്സുകളുണ്ട്. ക്ലൗഡ് സർവീസസ്, ഡേറ്റാബേസ്, മൊബൈൽ ഡിവൈസ്, ഇതിനെയൊക്കെ എന്താണ് ആ ഒരു എൻവയോൺമെന്റിലേക്ക് നോക്കി അതിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കണം. അതാണ് ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു കൺസേൺ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ കൺസേൺ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഡിവൈസസ്, IoT ഡിവൈസസുകൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ സിസ്റ്റംസ് വളരെ സെൻസിറ്റീവ് ഡേറ്റാസ്, അതായത് ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസുകളാണ്. കാരണം ഒരുപാട് ഡിവൈസസുകൾ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഇൻക്രീസിംഗ് ഡിവൈസസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു ഇന്റർനെറ്റിലൂടെ വളരെ ഒരു സൈബർ അറ്റാക്സ് വരുന്നതിന് ചാൻസസ് ഉണ്ട്. സോ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ഹെവി ടാസ്ക് ആയിട്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ IoT. അടുത്തതാണ് യുബിക്വിറ്റി എന്ന് പറയുന്നത്. യുബിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
to the widespread and pervasive presence of Internet of Things devices and system in our daily lives. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസസുകൾ അല്ലെങ്കിൽ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒരുപാട് മെയിൻ റോള് വഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതില്ലാതെ നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗോൾ എന്താന്ന് ചോദിച്ചാൽ ഒരു ഇന്റർ കണക്റ്റഡ് വേൾഡ് ജനറേറ്റ് ചെയ്യുകയാണ് ഡിവൈസസുകൾ വഴി, അല്ലെങ്കിൽ ഡിവൈസസുകളോ സിസ്റ്റത്തിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡേറ്റാസുകൾ ഷെയർ ചെയ്യാനും എല്ലാത്തിനും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ ഡേറ്റ ഷെയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർ കണക്റ്റഡ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വൈഡ് സ്പ്രെഡ് ഡിപ്ലോയ്മെന്റ് ആയിട്ടാണ് നമ്മൾ, അതായത് IoT ഡിവൈസുകളുടെ ഒരു വൈഡ് സ്പ്രെഡ് ഡിപ്ലോയ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ അച്ചീവ് ചെയ്യുന്നത്. ലൈക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്, ആക്ച്വേറ്റേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് കണക്റ്റഡ് ഡിവൈസസുകൾ, ഇതെല്ലാം കൂടി ആയിട്ട് വലിയൊരു കണക്ഷൻ ആണ് നമുക്ക് വരുന്നത് അല്ലെ. ലോകമെമ്പാടുമുള്ള ഡിവൈസസുകൾ തമ്മിൽ ഒരു കണക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോണ്ടെക്സ്റ്റ് അവയർനെസ് എന്ന് പറയുന്നത്. ഇത് എന്താന്ന് പറഞ്ഞാൽ ഈ IoTയുടെ ഒരു എബിലിറ്റി ആണ്. അതായത് എന്താണ്, നമുക്ക് ഒരു എൻവയോൺമെന്റിൽ വരുന്ന കോണ്ടെക്സ്റ്റുകളെയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വരുന്ന അതിനെ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിനും ഉള്ള ആ ഒരു അവയർനെസ്സിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് അവയർനെസ് എന്ന് പറയുന്നത്. ഇത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സെൻസിങ് എലമെന്റുകൾ വഴിയും വേറെ കുറെ ടെക്നോളജികൾ കൂടിയാണ്. അതായത് അവർ ഡേറ്റാസ് കളക്ട് ചെയ്യുകയും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും വളരെ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മേജർ ആയിട്ട് നോക്കാനുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സുകൾ ഓഫ് IoT എന്ന് പറയുന്നത്. ഓക്കെ, IoTയുടെ കുറെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. IoT ഡിവൈസുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിളുകളാണ്. സ്മാർട്ട് ഹോം വരുന്നുണ്ട്, അതായത് തെർമോസ്റ്റാറ്റ്, ലൈറ്റിംഗ് സിസ്റ്റംസ്, സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ നമ്മൾ വീടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിയറബിൾ, അതായത് ഫിറ്റ്നസ് ട്രാക്കേഴ്സുകൾ ഉണ്ട്, സ്മാർട്ട് വാച്ചസ്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു IoT ഡിവൈസുകളായിട്ടാണ്. പിന്നെ ഹെൽത്ത് കെയർ ഡിവൈസസ് നോക്കുമ്പോൾ പേഷ്യന്റ് മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്, വിയറബിൾ മെഡിക്കൽ ഡിവൈസസുകൾ, ഇതെല്ലാം IoTയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സിസ്റ്റം. പിന്നെ ട്രാൻസ്പോർട്ടേഷനിൽ നോക്കുകയാണെങ്കിൽ കാറുകൾ, ഓട്ടോണമസ് വെഹിക്കിളുകളൊക്കെ എങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ. നമുക്ക് ഈ GPS ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം നമുക്കൊരു കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് IoT അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.